കേരളം ജയിക്കും, UDF നയിക്കും എന്ന ഒരു തെരഞ്ഞെടുപ്പ് ടാഗ്ലൈൻ ഇറക്കാൻ എങ്ങനെ ആവുന്നു കോൺഗ്രസെ നിങ്ങൾക്ക്? UDFന് എങ്ങനെയാണ് ഇതിനുള്ള ഒരു മനക്കരുത്ത് വരുന്നത് എന്നുള്ളതാണ്. എന്നൊക്കെ കേരളം ജയിച്ചിട്ടുണ്ടോ? കേരളത്തിലെ നിഷ്പക്ഷ മനസ്സ് ജയിച്ചിട്ടുണ്ടോ? കേരളം എന്നൊക്കെ ഒരു ജയം ആഗ്രഹിച്ചിട്ടുണ്ടോ? അന്നെല്ലാം കോൺഗ്രസ് തോൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്, UDF തോൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കേരളത്തിന്റെ കഴിഞ്ഞകാല ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ എന്നൊക്കെയാണോ കേരളത്തിന് ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകേണ്ട സാഹചര്യങ്ങൾ വന്നത്, അന്നു മുഴുവനും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു ഭരണ സംവിധാനമായി മാത്രം മാറാനുള്ള ആൾക്കൂട്ടമായിട്ടുണ്ടായിരുന്നു കോൺഗ്രസും UDFും എന്നുള്ളതാണ്. ഈ നാട്ടിൽ 2018 വലിയ പ്രളയം വന്നപ്പോ, നൂറ്റാണ്ട് കണ്ട വെള്ളപ്പൊക്കം വന്നപ്പോ ഇവിടെ കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ എന്താകും സംഭവിക്കുക? ഇവിടെ ഓക്കി വന്നപ്പോ, നിപ്പ വന്നപ്പോ, കോവിഡ് വന്നപ്പോ ഈ രാജ്യം മുഴുവൻ, എന്തിനേറെ വിദേശ രാജ്യങ്ങൾ പോലും കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തെ നോക്കി റോൾ മോഡലാക്കണം, കേരള മോഡലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് UDF ഭരണ സംവിധാനങ്ങളായിരുന്നു ഈ നാട് നയിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കെട്ടുറപ്പോടുകൂടി ഒരു രാജ്യത്തിന്റെ, ഒരു തലസ്ഥാനത്തിന്റെ ഒരു ആകെ ശബ്ദമായി മാറേണ്ട സമയത്ത് അതിന് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് കോൺഗ്രസും UDFും എന്നും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്നും കോൺഗ്രസിന്റെ തലവേദനയായിരിക്കുന്ന ഗ്രൂപ്പ് കളികളും ഗ്രൂപ്പുകളുടെ അതിബാഹുല്യവും നേതാക്കളുടെ അഭിപ്രായ ഭിന്നതയുമാണ് കോൺഗ്രസിനെ എന്നും കോൺഗ്രസ് ആക്കി മാത്രം നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൽ ഒരഭിപ്രായം ഉണ്ടാകാൻ 100 തവണ ആലോചിക്കേണ്ടി വരുന്ന അവസ്ഥ എന്നും ഉണ്ടാകുന്നത്. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഒരു കേഡർ സംവിധാനമുള്ള പാർട്ടി മുന്നണിയായി ലീഗും, UDFിലെ ലീഗും അതേപോലെ തന്നെ CPIയും CPIഎമ്മും എല്ലാം, എന്തിനേറെ BJP പോലും അത്തരത്തിലുള്ള ഒരു കേഡർ സ്വഭാവം വെച്ചു പുലർത്തുന്ന സാഹചര്യത്തിലാണ് ഇന്നും കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിക്കുന്ന UDFന് മുഴുവൻ നാണക്കേടായി ആ പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നും പറയാതെ വയ്യ. 100% ഉറപ്പിച്ച് പറയാം, സ്വയം പല്ലിളിച്ച് കൊഞ്ഞനം കുത്തുന്ന ഒരു ടാഗ്ലൈനാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് UDF കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ളത്. കേരളം ജയിക്കും, UDF നയിക്കും. കേരളം എന്നൊക്കെ ജയിച്ചിട്ടുണ്ടോ അന്നെല്ലാം എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾക്കൂട്ടമായി മാറിയ കോൺഗ്രസ് ആണ് ഈ ടാഗ്ലൈൻ കൊണ്ടുവന്നത് കൂടി ഓർക്കേണ്ടിയിരിക്കുന്നു.